തെരഞ്ഞെടുപ്പ് അടുത്തു വന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ തൊട്ടു പിന്നിലായി സർക്കാരിൻ്റെ നട്ടെല്ലായി വാഴ്ത്തപ്പെട്ട ഒരു മന്ത്രിയുണ്ട്. പേര് കെ രാജൻ. അതിന് കാരണം വയനാട് ടൗൺഷിപ്പ് നടപ്പാക്കാൻ അദ്ദേഹം ഇടവേളകളില്ലാതെ നടത്തിയ ഇടപെടലുകളായിരുന്നു. അതിന് ഒരു ദൃശ്യം വലിയ ഊർജം പകർന്നു. ആ ദൃശ്യവും തെരഞ്ഞെടുപ്പിന് തൊട്ടു തലേന്ന്, അതായത് നിശബ്ദ പ്രചാരണ ദിവസം, വയനാട് ദുരന്തബാധിതർ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് നന്ദി അറിയിച്ച ദൃശ്യവും കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ജേർണലിസ്റ്റിനെ വല്ലാതെ അലോസരപ്പെടുത്തിയെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം? ഒന്നെനിക്കറിയാം. ആ അവതാരകയുടെ അപകടം പിടിച്ച വാക്കുകൾ കേട്ടവരൊക്കെയും അവരവരാൽ കഴിയും വിധം രോഷം പ്രകടിപ്പിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ ആ രോഷപ്രകടനം ആളിക്കത്തുകയാണ്. മാധ്യമ വിചാരണയുടെ വേദിയായ ന്യൂസ് ലാബിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. 2 ദിവസം മുന്നേ റിപ്പോർട്ടർ ടിവിയുടെ മീറ്റ് ദ എഡിറ്റേഴ്സ് പ്രോഗ്രാമിലായിരുന്നു ഞാൻ ഈ പറഞ്ഞ അവതാരകയുടെ ഉറഞ്ഞുതുള്ളൽ. അവതാരകയുടെ പേര് സ്മൃതി പരുത്തിക്കാട്. ചർച്ച നയിക്കുന്നത് അരുൺകുമാർ. പങ്കെടുക്കുന്നത് മാധു സജി, സ്മൃതി പരുത്തിക്കാട്, PR സുനിൽ, പിന്നെ മുതലാളി കൂടിയായ ആൻഡ്രൂ അഗസ്റ്റിനും. സ്മൃതിയും മാധുവും സംസാരിച്ചതിന് പിന്നാലെയാണ് അരുൺകുമാർ തൻ്റെ വാദം ഉന്നയിക്കുന്നത്. പക്ഷേ അരുൺ ഉന്നയിക്കുന്ന ഓരോ വാദങ്ങൾക്കും സ്മൃതിയും മാധുവും മറുവാദം ഉന്നയിക്കുന്നു. പൊട്ടത്തരമാണ് പറയുന്നതെന്ന് മനസ്സിലാകാതെ വലിയ കാര്യമെന്ന നിലയിലാണ് രണ്ടുപേരും അരുണിനെ ഗണ്ണിക്കാൻ ശ്രമിക്കുന്നത്. അതിനു മുന്നിൽ അരുൺ എന്നല്ല ആരുടെയും ഉത്തരം മുട്ടിപ്പോകും. ചർച്ച ഏതാണ്ട് 40 മിനിറ്റിലെത്തിയപ്പോഴേക്കും സ്മൃതിയുടെ പിടിവിട്ടു. അലറിക്കൊണ്ട് അരുണിനോട് സ്മൃതി ചോദ്യം ചോദിക്കുമ്പോൾ എന്താണിത്ര അസഹിഷ്ണുതയെന്ന്. ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണെങ്കിലും ഒരു മര്യാദയൊക്കെ വേണ്ടേ? അരുണിനെ അധിക്ഷേപിക്കും വിധമാണ് സ്മൃതിയുടെ സംസാരം. VD സതീശനോടും സണ്ണി ജോസഫിനോടും ഒരു കൂട്ടർ വയനാടിനെ കുറിച്ച് മാത്രം ചോദിക്കുന്നത് തെറ്റാണെന്നാണ് സ്മൃതിയുടെ കണ്ടെത്തൽ. 41 മിനിറ്റും 30 സെക്കൻഡും കഴിഞ്ഞുള്ള ഭാഗത്താണ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്ക് വഴി തുറന്ന വാക്കുകൾ സ്മൃതി വാരി വിതറുന്നത്. 43-ാം മിനിറ്റ് മുതലുള്ള ഭാഗം ഇപ്പറഞ്ഞതിൻ്റെ പീക്ക് ലെവലാണ്. അരുൺകുമാർ ഇടയ്ക്ക് കയറി പറയുന്നുണ്ട് വയനാട് ദുരന്ത ബാധിതരെ അപമാനിക്കരുത് എന്ന്. പക്ഷേ സ്മൃതിയുണ്ടോ കേൾക്കുന്നു? വീടിന്റെ പ്ലാൻ ഉണ്ടോ സ്മൃതി കോൺഗ്രസിന്? നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക. ഒന്നാമത്തെ കാര്യം ഇതാണ് പ്രശ്നം. ഒന്നാമത്തെ കാര്യം ഒരു രാഷ്ട്രീയ പാർട്ടിയും കൂടി താരതമ്യം ചെയ്യുന്ന എന്തൊരു ബുദ്ധിമോശമാണ്. നിങ്ങളുടെ പ്ലാനാണിത്. കാരണം ഇത് മാത്രം ചോദിക്കുക, ഇതാണ് കേരളത്തിലെ പ്രശ്നം എന്നുള്ള അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ കോടിക്കണക്കിന് രൂപ, ഞാനും നിങ്ങളും അടക്കം കോടിക്കണക്കിന് രൂപ ഖജനാവിലേക്ക് നൽകിയിട്ടും വീട് പണിത് കൊടുത്തു, അതിലേക്ക് താമസിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഈ നിമിഷം കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് 13 പേരെ തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രിയെ കാണാൻ വരിക, എന്നിട്ട് നമിക്കുക, കാലിൽ തൊട്ട് വന്നിക്കുക, എന്നിട്ട് വരൂ നിങ്ങള് സീരിയസ് ആയി ടെലിവിഷൻ ചർച്ച കാണുന്ന ആളാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മീറ്റ് ദ എഡിറ്റേഴ്സ് കണ്ടാൽ സ്വന്തം TV ആണെന്ന് പോലും ചിന്തിക്കാതെ തല്ലി പൊട്ടിച്ചു പോകും. പോട്ട് പുല്ല് എന്ന് പറഞ്ഞ് ഒടുവിൽ കലിയടക്കാൻ നിങ്ങൾ പെടാപ്പാടുപെടും. അത്രയ്ക്ക് അസഹനീയമാണ് സ്മൃതിയുടെ പെർഫോമൻസ്. കോൺഗ്രസിന്റെ വീടിനെ കുറിച്ച് അരുൺ ചോദിക്കുമ്പോൾ ആദ്യം മിണ്ടാതെ പുച്ഛഭാവമിട്ടിരുന്ന സ്മൃതി പെട്ടെന്ന് ഉണർന്നെണീറ്റു. അക്കാര്യമൊക്കെ VD സതീശനും സണ്ണി ജോസഫും കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ടത്രേ. അവര് പോലും പറയാത്ത, അവകാശപ്പെടാത്ത കാര്യമാണ് സ്മൃതി അത്ര തന്റേടത്തോടെ പറയുന്നത്. 130 പേര് അവിടെ ദുരന്തബാധിതരായ ആൾക്കാർ കോൺഗ്രസിന്റെ വീട് പ്രതീക്ഷിച്ച് വാടക വീട്ടിൽ കഴിയുന്നുണ്ട്. അവരെ കുറിച്ച് സ്മൃതിക്ക് ഒരാശങ്കയില്ലല്ലോ. വീടിന്റെ പ്ലാൻ ആയിട്ടില്ല സ്മൃതി. ആ 130 പേര് എന്ത് ചെയ്യണം? ഖജനാവിൽ, ഈ കോൺഗ്രസിന്റെ ഖജനാവിൽ പണമുണ്ടോ? എന്താ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വീട് പണി തുടങ്ങിയെന്ന്? പിന്നെന്താ KPCC പ്രസിഡന്റ് പറഞ്ഞത്
വീട് പണിക്കുള്ള പൈസ ഇല്ലെന്ന്. ഇതൊക്കെ പിന്നെ വിശദീകരിച്ചതാണ്. ആര് വിശദീകരിച്ചു? രണ്ടുപേരും ഇപ്പോഴും വിശദീകരിച്ചിട്ടില്ല. ഇപ്പോഴും വിശദീകരിച്ചിട്ടില്ല. ഇന്നലെ വരെ അല്ലല്ല, ഇതാണ് യഥാർത്ഥത്തിൽ എന്താണ് പ്രതീതി നിർമ്മാണം? എന്താണ് ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വയനാടാണോ വിഷയം എന്നുള്ള തെളിയും നോക്കിക്കോ. 44-ാം മിനിറ്റിൽ സ്മൃതിയുടെ ഒരു ഉഗ്രൻ വെല്ലുവിളിയുണ്ട്. റിസൾട്ട് വരുമ്പോൾ വയനാട് ഒരു കാര്യമായിരുന്നോ എന്ന് നമുക്കറിയാം എന്നാണ് ആ വെല്ലുവിളി. കോൺഗ്രസ് ആയിരുന്നു ഭരണത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ വയനാട് പുനരധിവാസം സാധ്യമാകുമായിരുന്നോ എന്ന അരുണിന്റെ ചോദ്യത്തിനും സ്മൃതിക്ക് ഉത്തരമില്ല. ബീഹാറിലെ പ്രളയത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇവിടുത്തെ കാര്യം പറയുന്നേ എന്നാണ് സ്മൃതിയുടെ വാദം. ഏതാണ്ട് സന്ദേശം സിനിമയിലെ ജയറാം അവതരിപ്പിച്ച കഥാപാത്രം സന്നിവേശിച്ചതാണ് എന്ന് പോലും ആരും സംശയിച്ചു പോകും. കാര്യം പറയുമ്പോ എന്തിനാ അന്താരാഷ്ട്രത്തിലേക്ക് ഓടുന്നത്? മനുഷ്യന്റെ കഥ എല്ലായിടത്തും ഒന്നാണടാ. ഇപ്പറഞ്ഞതാണ് ഈ ചർച്ചയിലെ വിവാദ ഭാഗങ്ങളെങ്കിലും ഇതിനു മുന്നേ ചർച്ചയുടെ തുടക്കത്തിൽ ഒരു തരത്തിലുള്ള ഉളുപ്പുമില്ലാതെ സ്മൃതി നല്ല വൃത്തിക്ക് കള്ളം പറയുന്നുണ്ട്. മീറ്റ് ദ എഡിറ്റേഴ്സിന്റെ 10-ാം മിനിറ്റിൽ 12-ാം സെക്കൻഡിൽ പറയുന്ന വാചകം ഇതാണ്: സെക്രട്ടേറിയറ്റിലേക്ക് മാധ്യമ പ്രവർത്തകർക്ക് പ്രവേശനമില്ലാത്ത 10 വർഷമാണ് കടന്നു പോയിരിക്കുന്നത്. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. ഇതിലൂടെ സർക്കാരിന് എന്തൊക്കെയോ മറക്കാനുണ്ട് എന്നത് വ്യക്തമാണെന്നും സ്മൃതി പറയുന്നു. ഞാനടക്കം എത്രയോ മാധ്യമ പ്രവർത്തകർ കയറി ഇറങ്ങുന്ന ഇടമാണ് സെക്രട്ടേറിയറ്റ് എന്നത്. മാധ്യമ പ്രവർത്തകർ എന്ന പ്രിവിലേജും എല്ലാവർക്കും കിട്ടുന്നുണ്ട്. പക്ഷേ പണ്ടത്തെ പോലെ, അതായത് സ്മൃതി പറയുന്ന 10 വർഷം മുന്നത്തെ പോലെ വാർത്തകൾ ചോർന്നു കിട്ടിയ കാലമല്ല ഈ 10 വർഷം എന്നതിൽ തർക്കമില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട് എന്ന ചർച്ചയിൽ എന്താണോ സ്മൃതി പറഞ്ഞത് അതിൻ്റെ വിപുലീകരിച്ച വേർഷൻ മാത്രമാണ് മീറ്റ് ദ എഡിറ്റേഴ്സിലും കാണാൻ കഴിഞ്ഞത്. 35-ാം മിനിറ്റിൽ 25-ാം സെക്കൻഡിൽ വികസനം വികസനം എന്ന് പറയുകയും രാഷ്ട്രീയം പറയാതിരിക്കുകയും ചെയ്യുന്നുവെന്ന് സ്മൃതി ആരോപിക്കുന്നുണ്ട്. റോഡും ക്ഷേമ പെൻഷനും ഔദാര്യമാണെന്ന് CPM പറഞ്ഞുവെന്നാണ് സ്മൃതിയുടെ മറ്റൊരു വാദം. MM മണിയുടെ പഴയ പ്രസ്താവന ചൂണ്ടിക്കാട്ടുന്നു. മണിയുടെ അഭിപ്രായം CPM തള്ളിക്കളഞ്ഞെന്ന് അരുൺ പറയുമ്പോൾ മാധു സജിയും ഇടയ്ക്ക് കയറി ഇടപെടുന്നു. മണിയെ CPM തള്ളിപ്പറഞ്ഞാലും അയാൾ ആ വാക്കുകൾ പിൻവലിച്ചാലും പ്രസക്തിയുണ്ടെന്നാണ് മാധുവിൻ്റെ കണ്ടെത്തൽ. ഇവരോട് രണ്ടുപേരോടുമായി ഒരു ചെറിയ കാര്യം പറയാം. വികസനം എന്നതും രാഷ്ട്രീയമാണ്, അതിനെ പുച്ഛിക്കേണ്ടതില്ല. അതുകൊണ്ടുകൂടിയാണ് ഇടതുമുന്നണി വികസനം ചൂണ്ടിക്കാട്ടുന്നത്. കോർപ്പറേറ്റുകൾക്ക് പള്ള വീർപ്പിക്കാനുള്ള വികസനമല്ല നവകേരള മോഡൽ. അടിത്തട്ടിലെ മനുഷ്യരെ ആദ്യം പരിഗണിച്ച് അടിസ്ഥാന വർഗത്തെ, തൊഴിലാളി വർഗത്തെ ചേർത്ത് നിർത്തി നാടിൻ്റെ സമഗ്ര വികസനമാണ് സർക്കാർ നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ രാഷ്ട്രീയ ശത്രുക്കൾക്ക് പോലും സംശയമില്ല. പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് പ്രൊപ്പഗണ്ടയ്ക്ക് സർക്കാരോ മുന്നണിയോ CPM നിലകൊണ്ടില്ല എന്നതാണ് സ്മൃതി പറയുന്നതിലെ സൂക്ഷ്മ രാഷ്ട്രീയം. അതിനെ ആ നിലയ്ക്ക് നോക്കിക്കണ്ടാൽ മാത്രമേ മനസ്സിലാകൂ. സ്മൃതിയെയും മാധുവിനെയും ഒക്കെ രാഷ്ട്രീയം പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ജീരകത്തിന്റെ തൊലി ഉരിയുന്നതായിരിക്കും. എന്തായാലും മീറ്റ് ദ എഡിറ്റേഴ്സിലെ ചർച്ച അസഹനീയമായി മുന്നേറുന്നു. മുതലാളിയെപ്പോലും പുച്ഛിക്കാൻ സ്മൃതിക്ക് കഴിയുന്നുണ്ട്. കാരണം അത്രയ്ക്ക് ആത്മവിശ്വാസമുണ്ട് 90-ന് മുകളിൽ സീറ്റ് പിടിച്ച് കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന്. ഏകീകരണം ഉണ്ടാകും, ആ ഏകീകരണം വോട്ടാവുകയും ചെയ്യും, അത് പ്രതിഫലിക്കുകയും ചെയ്യും, അത് 90 കടക്കുകയും ചെയ്യും. അല്ല, പൗരത്വ നിയമ ഭേദഗതിയിൽ മാറ്റം ഉണ്ടായിട്ടില്ലല്ലോ ഇടതുപക്ഷ സർക്കാരിന്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മുടെ നാട്ടിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഓരോ ഉടായ്പ. എന്തായാലും ഒന്നുറപ്പാണ്, സോഷ്യൽ മീഡിയയിലും പുറത്തും സ്മൃതി പരുത്തിക്കാടിനെതിരെ അതിശക്തമായ ജനവികാരമുണ്ട്. അതറിയണമെങ്കിൽ ഇടതുപക്ഷക്കാരോട് സംസാരിക്കുകയോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ഒന്ന് ചുറ്റിക്കറങ്ങുകയോ ചെയ്താലും മതിയാകും. നടത്തിയത് നാടകമെന്ന സ്മൃതിയുടെ വാചകം മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെക്കുറിച്ച് അറിയാവുന്ന എല്ലാവരിലും ഒരു പ്രതിഷേധ സ്വരം ഉയർത്തും. പ്രേക്ഷകർ കാണണമെന്ന് ആവശ്യപ്പെടുന്നില്ല, പക്ഷേ ഈ വീഡിയോ സ്മൃതി കാണണം. പിണറായി വിരുദ്ധത മാറ്റിവെച്ച് മനുഷ്യത്വത്തിൻ്റെ കണ്ണട വെച്ച് ഇതൊന്ന് കാണൂ. മക്കളെ നഷ്ടപ്പെട്ട സയന എന്ന സ്ത്രീയും തെരഞ്ഞെടുപ്പ് തലേന്ന് മുഖ്യമന്ത്രിയെ കാണാൻ ഉണ്ടായിരുന്നു. മക്കളത്തേക്ക് ഒന്നും കൂടെ വരണം ജനിച്ചിട്ട്
നാടകം പ്രയോഗത്തിൽ സ്മൃതി പരുത്തിക്കാട് മാപ്പ് പറയുമെന്ന് ആരും കരുതേണ്ട. അവരെ അവരുടെ വഴിക്ക് വിടുക. കെട്ടുപൊട്ടിപ്പോയ ഒരു പട്ടവും ആകാശം തൊട്ടിട്ടില്ല എന്ന് പ്രത്യേകം ഓർക്കുക. ന്യൂസ് ലാബിൻ്റെ ഈ ലക്കം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.